ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മളിന്ന് ഈ ഒരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ട്രെൻഡായിട്ടുള്ളൊരു ഡ്രസ്സും കൂടാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തിട്ട് എടുക്കുന്നതെന്നും കൂടെ കാണാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ബ്രൊക്കേഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലൊരു 5 മീറ്റർ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിനും ബോഡി പാർട്ടിനും എല്ലാത്തിനും കൂടെ ആയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു 4.5 മീറ്റർ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ക്രേപ്പിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 മീറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടും സ്ലീവും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ആ ഒരു സ്കേർട്ടിന് എടുത്തിട്ടുള്ള സെയിം മെറ്റീരിയലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇതുപോലെ ഒരു 1.5 മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 2.5 മീറ്റർ പ്ലെയിൻ നെറ്റിന് മെറ്റീരിയലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടായിട്ട് നമുക്ക് ലേസുകളാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിന് നമ്മൾ ഒരു സ്കേർട്ടിനാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോൾഡ് ചെയ്തതിന് വീണ്ടും നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 തവണകളായിട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിതാ മൂന്നാമതായിട്ട് വീണ്ടും കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മളിതാ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ 4 തവണയായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഫോൾഡ് ചെയ്യുന്ന സമയത്തായിട്ട് നമുക്കിതിൽ 16 പീസസ് ആണ് ഇതുപോലെ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്കേർട്ട് പാനൽ കട്ട് അല്ലെങ്കിൽ കലി കട്ടായിട്ടാണ് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ എൻഡിലായിട്ട് ബോർഡർ വരുന്ന ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. അവിടെ നിന്നായിട്ട് വേണം നമ്മളിനി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. 41 ഇഞ്ചസാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പാനൽ കട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്തിലേക്ക് ഒരു 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുത്ത് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിങ്ങിൽ നിന്നായിട്ട് കറക്റ്റ് അതിൻ്റെ ഹാഫ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കിതിലെങ്ങനെയാണ് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് 32 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 32 ഇഞ്ചസിന് നമുക്ക് എത്ര ലെയറാണോ കിട്ടിയിട്ടുള്ളത് ആ ലെയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ്. 16 ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. 32 ഡിവൈഡഡ് ബൈ 16 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് 2 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1/4 ഇഞ്ചസും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്കേർട്ടിൻ്റെ വേസ്റ്റിലായിട്ട് എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര തന്നെ വേണ്ട, ഒരു 1/2 ഇഞ്ചൊക്കെ സീവലൻസ് കൊടുത്താൽ മതി. നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 2 പോയിന്റിൽ നിന്നായിട്ട് ഇതുപോലെ താഴോട്ട് 2 എൻഡിലോട്ടും ഈ ഒരു ഷേപ്പിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻഡിൽ മാക്സിമം വിടുത്ത് വരുന്ന രീതിക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. എൻഡിലായിട്ട് മാക്സിമം വീതി കിട്ടുന്ന രീതിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ ഒരു സ്കേർട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 16 പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഒന്നിൻ്റെ മുകളിലായിട്ട് നല്ല ഭാഗം ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലാണെങ്കിൽ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡറിൻ്റെ ഭാഗത്തു നിന്ന് അടിയിൽ നിന്ന് മുകളിലോട്ടായിട്ടാണ് ജോയിൻ ചെയ്തിട്ട് എടുക്കേണ്ടത്. ഓരോ പീസസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡറുകൾ ഒരുമിച്ച് വെച്ചിട്ട് മുകളിലോട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡിലോട്ടായിട്ട് 8 പീസസ് ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡിലോട്ട് 8 പീസസ് ആയിട്ട് 2 പാർട്ടുകളായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ റോങ് സൈഡ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത് 2 പാർട്ടുകളായിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അത് നമ്മളിത് ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കിത് ഒറ്റ പീസായിട്ട് നമുക്ക് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ട് ഒറ്റ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ഇതിൻ്റെ റോങ് സൈഡിൽ നമ്മൾ ഓരോ പാനൽസും കൂട്ടി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഒന്ന് ഓവർലോക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഓവർലോക്കൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ താഴെ നിന്ന് മുകളിലോട്ടാണ് ഓരോ പാനൽസും കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ലെങ്ത്തിൽ ഇതുപോലെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ ഈ ഒരു സമയത്തൊന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ലൈനിങ്ങിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ അംബ്രല്ല കട്ടിലാണ് ലൈനിങ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് നമുക്കിതുപോലെ കോണായിട്ടൊന്ന് ഫോൾഡ് ആക്കിയിട്ട് എടുക്കണം.
ഇനി ഇതിലായിട്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് വെച്ചിട്ട് തന്നെ ആ ഒരു വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ ലെങ്ത് ആയിട്ട് 39 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ചുറ്റും 39 മാർക്ക് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് എടുത്തപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ റോങ് സൈഡിലായിട്ട് നമ്മുടെ ലൈനിങ്ങിന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും വേസ്റ്റിൻ്റെ ഭാഗത ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്കേർട്ടിലായിട്ട് ലൈനിങ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാൻഡിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. സ്കേർട്ടിൽ വന്നിട്ടുള്ള വേസ്റ്റ് റൗണ്ടിൻ്റെ സെയിം അളവിലായിട്ട് നമ്മൾ ബാൻഡിനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. 4.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. ഇനി സ്കേർട്ടിൻ്റെ റോങ് സൈഡിൽ നിന്നായിട്ട് നമുക്കിത് ബാൻഡിനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാൻഡിന് നമുക്ക് റോങ് സൈഡിൽ നിന്നായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ യൂസ് ആക്കുന്ന എലാസ്റ്റിക്കിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ബാൻഡിനെ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനേക്കാൾ 1-2 ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് എടുക്കാനായിട്ട്. ഇലാസ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് വേസ്റ്റിൻ്റെ ഭാഗം നന്നായി വലിച്ച് പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ഇവിടെ മുതൽ കുറച്ച് താഴെ വരെ മാത്രം ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെയും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ എൻഡും സ്കേർട്ടിൻ്റെ എൻഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ട് നമ്മുടെ സ്കേർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ലൈനിങ്ങിനെ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. നെക്കിൻ്റെ വിടുത്തായിട്ടും ഷോൾഡറിൻ്റെ വിടുത്തായിട്ടും 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആം ഹോളും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലെങ്ത് ആയിട്ട് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനായിട്ട് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെസ്റ്റ് റൗണ്ട് ആയിട്ട് 9.5 ഇഞ്ചസും ഒരു 1 ഇഞ്ച് സീവ് ലെവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബോഡി ലെങ്ത് ആയിട്ട് 16 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വേസ്റ്റ് റൗണ്ട് ആയിട്ട് സീം ലെവൻസും കൂടെ ചേർത്തിട്ട് 10 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ആം ഹോളിനത് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ടിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു 4 ഇഞ്ചസ് വിടുത്തിലൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ പോയിന്റിൽ നിന്നായിട്ട് നേരെ മുകളിലോട്ട് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് ഇതുപോലെ 4 ഇഞ്ചസ് വിടുത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആം ഹോളിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു 3 ഇഞ്ച് വിടുത്തിൽ ആ ഒരു മാർക്കിന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്നായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിൽ നിന്നായിട്ട് 2 സൈഡിലോട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള 2 പോയിന്റിന് ഇതുപോലെ നമുക്കൊരു 4 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ആ ഒരു ലൈനിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡിൽ നിന്നായിട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. 3 ഇഞ്ചസ് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തിട്ട് നമുക്കിനി നെക്കാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിൽ ലൈനിങ് വെച്ചിട്ട് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തിട്ട് എടുക്കണം. മെറ്റീരിയലിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് പാർട്ടിൽ വന്നിട്ടുള്ള ലൈനിങ് വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിൽ വന്നിട്ടുള്ള ആ ഒരു ലൈനിലൂടെ ഇതുപോലെ ആം ഹോളിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ്ങും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാർക്കിങ്ങിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കോണ് പോലെയാണ് നമ്മൾ ആ ഒരു കട്ടിങ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. നമ്മളിതിൽ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. ബാക്കി രണ്ട് സൈഡിൽ വന്നിട്ടുള്ള പീസസ് നമുക്ക് ജസ്റ്റ് ലൈനിങ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നെക്കിനെ നമ്മൾ മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ വന്നിട്ടുള്ള പീസസും ലൈനിങ്ങും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ലൈനിങ്ങും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള രണ്ട് സൈഡിൽ വന്നിട്ടുള്ള ഈ പീസസ് ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ബാക്കിലായിട്ട് നമ്മൾ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിൽ ബാക്കി വന്നിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും കട്ടുകൾ ഇട്ട് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിലായിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ആ ഒരു പീസസ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലായിട്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. ബാക്ക് പാർട്ടിൽ വന്നിട്ടുള്ള നെക്കിനെ നമ്മൾ മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ ആയിട്ട് ഇതുപോലെ ഷോൾഡർ രണ്ട് സൈഡിലും ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഷോൾഡറിനെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ബാക്ക് നെക്ക് ലൈനിങ് ഇതുപോലെ മറിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. നെക്കിനെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ രണ്ട് സൈഡിലും ടെക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ 4 ഇഞ്ചസ് വിഡ്ത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പോയിന്റിൽ നിന്നായിട്ട് നേരെ മുകളിലോട്ട് ഒരു 4 ഇഞ്ചും കൂടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈനിൽ നിന്നായിട്ട് രണ്ട് സൈഡിലും ഓരോ ഇഞ്ചസ് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡുകളിൽ ഇതുപോലെ ടെക്ക് ഇട്ട് കൊടുക്കാം. മാർക്ക് ചെയ്തതിലൂടെ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വേസ്റ്റിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് സ്ലീവിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ നേരത്തെ സ്ലീവ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോഴാണ് സ്ലീവൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത്. മെറ്റീരിയൽ ഇതുപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മെഷർ ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിൽ വന്നിട്ടുള്ള ആം ഹോൾ വെച്ചിട്ട് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലായിട്ട് 17 ഇഞ്ചസാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. സ്ലീവ് റൗണ്ടായിട്ട് 6 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇത് നമുക്കിത് ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് സെയിം അളവിൽ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി സ്ലീവിലായിട്ട് ലൈനിങ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ഡ്രസ്സിലോട്ട് രണ്ട് സൈഡിലും സ്ലീവിനെ ജോയിൻ ചെയ്തിട്ട് എടുക്കാം. രണ്ട് സൈഡിലായിട്ടും സ്ലീവ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് സ്ലീവിൻ്റെ അവിടം മുതൽ വേസ്റ്റിൻ്റെ അവിടം വരെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഇതിലായിട്ട് ഒരു സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടായിട്ട് നെറ്റിൻ്റെ ഒരു ലെയറും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2.5 മീറ്റർ പ്ലെയിൻ നെറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ മെറ്റീരിയലിനെ സെൻറ്ററിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കോണായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അംബ്രല കട്ടിലായിട്ടാണ് ഈ ഒരു നെറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബോഡി പാർട്ട് ഇതുപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേസ്റ്റ് റൗണ്ട് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു നെറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മുട്ടിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിതിൽ 28 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തിട്ട് നമുക്കിനിത് നേരെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ലെയർ ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ആ ഒരു സീം എലവൻസ് നേരെ മുകളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിലായിട്ട് ഇനി ലൈനിങ് ഒന്നും യൂസ് ആക്കുന്നില്ല. ഇതിൻ്റെ അടിയിൽ നമ്മൾ ആ ഒരു സ്കേർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലായിട്ട് ഈ ഒരു സൈഡും കൂടെ ജോയിൻ ചെയ്തിട്ട് എടുക്കാണ്. സ്ലീവിൻ്റെ അവിടെ മുതൽ നെറ്റിൻ്റെ എൻഡ് വരെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എൻഡ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ലേസാണ് എൻഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചുറ്റുഭാഗത്ത് ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു സെയിം ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലെയിൻ നെറ്റിൽ ഫ്രണ്ടിൽ മാത്രമായിട്ട് ഇതുപോലെ മിറർ വർക്ക് വന്നിട്ടുള്ള ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നെക്കിൻ്റെ ചുറ്റും ഇതുപോലെ ആ ഒരു മിറർ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ നെറ്റിന് പകരം വർക്ക് നെറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്ര തന്നെ ലേസ് വേണ്ടി വരില്ല. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മിറർ ലേസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. ബാക്കിൽ ജസ്റ്റ് ആ ഒരു ബോർഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഡ്രസ്സ് പോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് പേരൊക്കെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഡൈയബിളാണ്. നമുക്ക് ഏത് കളറിലോട്ടും ഡൈ ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ സ്കേർട്ടും ടോപ്പും പിന്നെ അതിലോട്ടൊരു ഷോളും കൂടെ ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. ഷോളിന് വേണ്ടിയിട്ട് ടിഷ്യൂ സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഷോളിൽ ജസ്റ്റ് ലേസ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡ്രസ്സിൻ്റെ ഡിസൈനിങ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.